മരണം തൊട്ടുമുന്നിൽ നിന്ന് മാടി വിളിച്ചിട്ടും പോകാതെ ജീവിതത്തെ പുൽകിയ ചിലരുടെ കഥയാണ് ഇത്. മരണത്തിന്റെ മരവിച്ച തണുപ്പിൽ നിന്ന് ജീവിതത്തിന്റെ ഊഷ്മളതയിലേക്ക് സഞ്ചരിച്ചവർ, അതും ജീവൻ കയ്യിൽ പിടിച്ചുള്ള യാത്ര. അത്തരത്തിൽ ജീവിത മധുരം നുകർന്ന നിരവധി ആളുകളുണ്ട് ലോകത്ത്. ഒരു നൂറ്റാണ്ട് പഴക്കമുള്ള അത്തരം കഥകളിലെ ചിലരെ പരിചയപ്പെടുത്തുകയാണ് നമ്മളിവിടെ. ആദ്യമേ തന്നെ പറയട്ടെ, ഒരിക്കലും ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ പോലും അത്തരമൊരു സാഹസികതയ്ക്ക് നിങ്ങൾ ആരും മുതിരരുത്. പറഞ്ഞു വരുന്നത്, വിമാനത്തിന്റെ വീൽബേയിൽ കയറിയിരുന്ന് ജീവിതവും മരണവും കൺമുന്നിൽ കണ്ട് കട്ട കൊടുന്തണുപ്പിൽ മനസ്സും ശരീരവും മരവിച്ച് ഒരിറ്റ് ഓക്സിജൻ പോലും അകത്തേക്കെടുക്കാനാകാതെ നിലം തൊടുമ്പോൾ മാത്രം ജീവനുണ്ട് എന്ന ബോധ്യത്തിലേക്ക് യാത്ര ചെയ്ത ചിലരെ കുറിച്ചാണ്. ആകാശത്തിനും ഭൂമിക്കുമിടയിൽ, മരണത്തിനും ജീവിതത്തിനുമിടയിലെ നൂൽപ്പാലത്തിലൂടെ മരിച്ചു ജീവിച്ച് നടത്തുന്ന ഈ യാത്രയ്ക്ക് പറയുന്ന പേരാണ് സ്റ്റോ എവേ. കഴിഞ്ഞ ദിവസം അത്തരമൊരു സംഭവം ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി വിമാനത്താവളത്തിൽ നടന്നിരുന്നു. 13 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു അഫ്ഗാൻ ബാലൻ 94 മിനിറ്റാണ് വിമാനത്തിന്റെ വീൽബേയിൽ ഇരുന്ന് യാത്ര ചെയ്ത് എത്തിയത്. -65 ഡിഗ്രി വരെ വരുന്ന കൊടും തണുപ്പിനെയും ഓക്സിജന്റെ അഭാവത്തെയും മറികടന്ന് അവൻ ജീവനോടെ തന്നെ ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തു. തിരിച്ചറിയാൻ ഒരു രേഖ പോലുമില്ല, വിസയില്ല, പാസ്പോർട്ടില്ല. ഒരു കുർത്തിയും പൈജാമയും മാത്രം ധരിച്ച് ലാൻഡ് ചെയ്ത വിമാനത്തിന്റെ വീൽബേയിൽ നിന്നിറങ്ങി അവൻ റൺവേയിലൂടെ നടന്നു. നിരോധിത മേഖലയിലൂടെ നടന്നു നീങ്ങിയ ബാലനെ സുരക്ഷാ ജീവനക്കാരെത്തി കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് ഞെട്ടിക്കുന്ന, രക്തമുറഞ്ഞു പോകുന്ന ആ യാത്രയുടെ കഥ അവർ കേട്ടത്. അത്രയും പ്രതികൂലമായ എല്ലാ ഘടകങ്ങളും തരണം ചെയ്ത് ഇന്നും അവൻ ജീവിച്ചിരിക്കുന്നു എന്നത് തന്നെ അവർക്കെല്ലാം ഒരു അത്ഭുതമായിരുന്നു. പക്ഷേ അതിനേക്കാൾ ഭയാനകമായ അന്തരീക്ഷത്തിൽ ജീവനും മരണവും കയ്യിൽ വെച്ച് ജീവിക്കുന്ന അവർക്ക് ഇതൊക്കെ ഒരു വെല്ലുവിളിയാകുമോ? ഫൈസൽ, അതായിരുന്നു അവന്റെ പേര്. അഫ്ഗാനിസ്ഥാനിലെ കുണ്ടുഡ് സ്വദേശി. 13 വയസ്സേയുള്ളൂ കുഞ്ഞൻസിന്. കുട്ടി ഫൈസൽ യാത്ര ചെയ്തത് വിമാനത്തിന്റെ പിൻചക്രത്തിൽ പറ്റിപ്പിടിച്ചിരുന്നു കൊണ്ടാണ്. ലാൻഡിംഗ് ഗിയർ കമ്പാർട്ട്മെന്റിലിരുന്ന് 94 മിനിറ്റ് നീണ്ട യാത്ര. അഫ്ഗാനിസ്ഥാനിലെ ഹമീദ് കർസായി വിമാനത്താവളത്തിൽ നിന്ന് ന്യൂഡൽഹി ഇന്ദിരാഗാന്ധി വിമാനത്താവളം വരെ യാത്ര. കുട്ടി ഫൈസലിന്റെ ലക്ഷ്യം ഇന്ത്യ ആയിരുന്നില്ല, ഇറാനായിരുന്നു. പക്ഷേ വിമാനം മാറിപ്പോയി. ഹിന്ദിയോ ഇംഗ്ലീഷോ വശമില്ലാത്ത കുട്ടി ഫൈസലിൽ നിന്ന് വിവരങ്ങളറിയാൻ ഒടുവിൽ അഫ്ഗാൻ വിമാനത്തിന്റെ ക്യാബിൻ ക്രൂവിന്റെ സഹായം തേടി. അങ്ങനെ ചോദിച്ചറിഞ്ഞപ്പോഴാണ് തന്റെ സാഹസയാത്ര ഫൈസൽ വിവരിച്ചത്. കഥ കേട്ടവരെല്ലാം ഒരു അത്ഭുത ജീവിയെ നോക്കുന്നത് പോലെ ഫൈസലിനെ നോക്കിയിരുന്നു. കേട്ടോളൂ ആ യാത്രയുടെ വിശേഷം. ഇറാനിലേക്ക് കടക്കാൻ ലക്ഷ്യമിട്ടാണ് ഫൈസൽ എന്ന 13-കാരൻ ബാലൻ ഹമീദ് കർസായി വിമാനത്താവളത്തിൽ എത്തിയത്. KAM എയറിന്റെ RQ4401 വിമാനത്തിന്റെ പിൻചക്രത്തിൽ തൂങ്ങിപ്പിടിച്ചു കയറി. വിമാനം ഉയർന്ന് ടയർ അകത്തേക്ക് വലിഞ്ഞതോടെ ഫൈസൽ വീൽബേക്ക് അകത്തു കുടുങ്ങി. രാവിലെ 8:41 കാബൂളിൽ നിന്ന് പുറപ്പെട്ട വിമാനം 10:30 ഡൽഹിയിലെത്തി. 30,000 അടി ഉയരത്തിൽ പറക്കുന്ന വിമാനത്തിന്റെ വീൽബേക്കുള്ളിൽ 1.5 മണിക്കൂറിലധികം സമയം. വെള്ളമില്ല, ഓക്സിജനില്ല. പോരാത്തതിന് രക്തം പോലും കട്ടിയായി പോകുന്ന കട്ട കൊടും തണുപ്പും. എന്നിട്ടും അവൻ ജീവനോടെ ഭൂമിയിലിറങ്ങിയത് അത്ഭുതത്തോടെയാണ് വൈദ്യലോകം പോലും നോക്കിക്കാണുന്നത്. അപ്പോഴും അവൻ അക്ഷോഭ്യനായിരുന്നു. ഇതൊന്നും തന്നെ ബാധിച്ചിട്ടേ ഇല്ല എന്ന മട്ടിൽ അവൻ നിന്നു. ഒടുവിൽ അഫ്ഗാനിൽ നിന്നെത്തിയ വിമാനത്തിൽ ഞായറാഴ്ച തന്നെ അവനെ തിരികെ നാട്ടിലേക്ക് കയറ്റി അയച്ചു. 30,000 അടി ഉയരത്തിൽ പറക്കുന്ന ഒരു വിമാനത്തിന്റെ വീൽബേക്കുള്ളിലെ താപനില എന്ന് പറയുന്നത് -65 ഡിഗ്രിയാണ്. വിമാനം 10,000 അടിയിലേറെ ഉയരുമ്പോൾ തന്നെ ഓക്സിജൻ തീരെ കുറയും. 30,000 അടിയിലേക്ക് എത്തുമ്പോഴേക്കും ഓക്സിജൻ 0-ലേക്ക് എത്തിയിട്ടുണ്ടാകും. ഇത് സാധാരണ മനുഷ്യനെ അബോധാവസ്ഥയിലാക്കും. മിനിറ്റുകൾക്കുള്ളിൽ ഒരുപക്ഷെ മരണത്തിലേക്ക് വരെ എത്തിച്ചേക്കും. അതായത് സ്റ്റോ എവേ എന്ന് പറയുന്നത് തികച്ചും ആത്മഹത്യാപരമായ പരീക്ഷണം എന്ന് തന്നെ പറയാം. ഇത്തരം സാഹസങ്ങൾക്ക് മുതിർന്നവരിൽ 5-ൽ ഒരാൾ മാത്രമാണ് ജീവനോടെ രക്ഷപ്പെട്ടിട്ടുള്ളത്. ഇന്ത്യയിൽ ഇത് 2ാമത്തെ അനുഭവമാണ്. ആദ്യത്തേത് ഇന്ത്യക്ക് പുറത്തേക്കുള്ള രക്ഷപ്പെടലായിരുന്നുവെന്ന് പഴയകാല റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. കാലം
1996. പർദീപ് സൈനി, വിജയ് സൈനി എന്നീ 2 സഹോദരങ്ങൾ പോലീസിന്റെ വേട്ടയാടലുകൾ സഹിക്കാനാവാതെ നാടുവിടുകയായിരുന്നു. അന്ന് യഥാക്രമം 23ഉം 19ഉം വയസ്സുള്ള പർദീപും വിജയും മെക്കാനിക്കുകളായിരുന്നു. സിഖ് വിഘടനവാദ സംഘടനയുമായി ബന്ധമുണ്ട് എന്നാരോപിച്ച് പർദീപിനെയും വിജയിയെയും പോലീസ് നിരന്തരം വേട്ടയാടി. നാട്ടിൽ സ്വസ്ഥമായി ജീവിക്കാനാകില്ല എന്ന് ബോധ്യമായതോടെ ഇരുവരും നാടുവിടാൻ തീരുമാനിച്ചു. ബ്രിട്ടനായിരുന്നു ലക്ഷ്യം. പാസ്പോർട്ടോ വിസയോ ഇല്ല. പഞ്ചാബിൽ നിന്ന് ഒളിച്ചോടിയ ഇരുവരും 1996 ഒക്ടോബറിൽ ഡൽഹിയിലെത്തി. ബ്രിട്ടനിൽ എത്തിക്കാമെന്ന് വാക്കുകൊടുത്ത മനുഷ്യക്കടത്ത് സംഘത്തിന് 150 പൗണ്ട് കൊടുത്ത് ബ്രിട്ടീഷ് എയർവേസ് വിമാനത്തിന്റെ വീൽബേയിൽ കയറിപ്പറ്റി. അവിടെ നിന്ന് ലഗേജ് കമ്പാർട്ട്മെന്റിലേക്ക് കടക്കാം എന്നായിരുന്നു വാഗ്ദാനമെങ്കിലും പറഞ്ഞതുപോലെ അങ്ങോട്ട് കടക്കാൻ ഒരു വഴിയുമുണ്ടായിരുന്നില്ല. ആലോചിച്ച് നിൽക്കുന്ന നിമിഷം കൊണ്ട് വിമാനം ഉയർന്നു പൊങ്ങി. വീൽബേ അടയുകയും ചെയ്തതോടെ ഭൂകമ്പത്തിൽ അകപ്പെട്ടതുപോലെയെന്നാണ് പർദീപ് ഇപ്പോഴും ആ യാത്രയെക്കുറിച്ച് ഓർക്കുന്നത്. വിമാനം ഹീത്രോവിലെത്തും മുൻപ് വീൽബേ തുറന്നപ്പോൾ വിജയ് 2000 അടി ഉയരത്തിൽ നിന്ന് താഴേക്ക് വീണു. 5 വർഷത്തിന് ശേഷം റിച്ച്മൗണ്ടിൽ നിന്നാണ് മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. വിമാനത്തിലിരുന്ന് തന്നെ മരിച്ചുവെന്നാണ് നിഗമനം. അന്ന് എന്തൊക്കെ സംഭവിച്ചുവെന്ന് ഇന്നും പർദീപിനും ഓർമ്മയില്ല. വിമാനം ലാൻഡ് ചെയ്തപ്പോൾ സ്ഥലകാല ബോധമില്ലാതെ ഓർമ്മ നഷ്ടപ്പെട്ടു നിൽക്കുന്ന പർദീപിനെ ആശുപത്രിയിലേക്ക് മാറ്റി. പിന്നീട് മാസങ്ങളും വർഷങ്ങളും കടന്നുപോയി. സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചെത്താൻ പർദീപിന് കാലങ്ങൾ വേണ്ടി വന്നു. 10 മാസത്തോളം കണ്ണാടിയിൽ നോക്കി നിന്ന് മണിക്കൂറുകളോളം സംസാരിക്കുമായിരുന്നത്രേ. കേൾവിക്കും സാരമായ തകരാറുണ്ടായി. ഏകദേശം 97 വർഷങ്ങൾക്ക് മുൻപാണ് ഇത്തരത്തിൽ ആദ്യത്തെ സംഭവം നടക്കുന്നത്. അന്ന് 19 വയസ്സുള്ള ക്ലാരൻസ് ടെർഹ്യൂൺ ജർമ്മനിയിലുണ്ടാക്കിയ ഓളം ചെറുതല്ല. ന്യൂജേഴ്സിയിൽ നിന്ന് ജർമ്മനിയിലേക്ക് പറന്ന ആദ്യത്തെ വിമാനത്തിലായിരുന്നു ടെർഹ്യൂണിന്റെ സാഹസയാത്ര. ട്രെയിനിലും കപ്പലിലുമെല്ലാം ഇത്തരം സ്റ്റോയവേ യാത്ര ചെയ്ത് സാഹസം കാട്ടിയിട്ടുള്ള ടെർഹ്യൂൺ തന്റെ സഹോദരി ഭർത്താവിനോട് ബെറ്റുവെച്ചാണ് വിമാനത്തിൽ സാഹസയാത്രയ്ക്ക് ഒരുങ്ങിയതും അത് വിജയകരമായി പൂർത്തിയാക്കിയതും. അറസ്റ്റ് ചെയ്യപ്പെട്ടുവെങ്കിലും ടെർഹ്യൂൺ ജർമ്മൻകാർക്ക് ഹീറോയായി. 1969 ക്യൂബയിലെ ഹവാനയിൽ നിന്ന് മാഡ്രിഡിലേക്ക് അർമാൻഡോ സോകരാസ് റെമിരസ് എന്ന 22 വയസ്സുകാരൻ വിമാനത്തിൽ വീൽ യാത്ര നടത്തി. അതിശൈത്യത്തിൽ സംഭവിക്കാവുന്ന ഫ്രോസ്റ്റ് ബൈറ്റ് എന്ന അവസ്ഥയിലായിരുന്നു മാഡ്രിഡിൽ എത്തിയത് എങ്കിലും ജീവനുണ്ടായിരുന്നു. 2000 ഫിഡൽ മറൂഹി എന്നയാൾ ബോയിങ് 747 വിമാനത്തിന്റെ ലാൻഡിംഗ് ഗിയർ കമ്പാർട്ട്മെന്റിലിരുന്നാണ് താഹിതിയിൽ നിന്ന് ലോസ് ആഞ്ചലസ് വരെ 4000 മൈൽ യാത്ര ചെയ്തത്. ഇയാളും ജീവനോടെ രക്ഷപ്പെട്ടു. 2002 വിക്ടർ ആൽവരാസ് മൊളീന എന്ന 22 വയസ്സുകാരൻ ക്യൂബയിൽ നിന്ന് ഒരു വിമാനത്തിന്റെ വീൽബേയിലിരുന്ന് കാനഡ വരെ 4 മണിക്കൂർ യാത്ര ചെയ്ത് ജീവനോടെ ഇറങ്ങിയിട്ടുണ്ട്. 2014 യാഹ്യ അബ്ദി എന്ന 15കാരൻ അമേരിക്കയിലെ സാൻഹോസിൽ നിന്ന് ബോയിങ് 767 വിമാനത്തിന്റെ വീൽബേയിലിരുന്ന് ഹവായിലേക്ക് കടന്നു. എങ്ങനെയാണ് ഇത്തരം സാഹചര്യങ്ങളിൽ രക്ഷപ്പെടുന്നത് എന്നതിന് ശാസ്ത്രീയമായ ചില വിശദീകരണങ്ങളുണ്ട്. കൊടുംതണുപ്പിൽ സസ്പെൻഡ് അനിമേഷൻ എന്ന അവസ്ഥയിലേക്ക് ശരീരം മാറുന്നതാകാമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ശീതകാല നിദ്ര അഥവാ ഹ്യൂമൻ ഹൈബർനേഷൻ എന്നും ഇതിനെ വിശേഷിപ്പിക്കാം. പർദീപ് സൈനിയുടെ കാര്യത്തിൽ ഇതായിരിക്കും സംഭവിച്ചത്. ശരീരത്തിന്റെ മരവിപ്പിനൊപ്പം മനോനിലയും മാറിയതാകും. സ്വയരക്ഷയ്ക്കായി ആന്തരിക ശാരീരിക പ്രവർത്തനങ്ങൾ ശരീരം താൽക്കാലികമായി നിർത്തിവെക്കുന്ന രീതിയാണ് ഹ്യൂമൻ ഹൈബർനേഷൻ എന്ന് പറയുന്നത്. ശരീരത്തിലെ ജൈവ പ്രവർത്തനങ്ങൾക്കെല്ലാം വിശ്രമം കൊടുക്കുന്നതാണ് ഇത്. മൃഗങ്ങൾ ചിലപ്പോൾ ജൈവ പ്രവർത്തനങ്ങളെല്ലാം പൂർണ്ണമായും നിർത്തിവെച്ച് സ്വന്തം ശരീരം ഇത്തരത്തിൽ രക്ഷിക്കാറുണ്ട്. കൊടും മഞ്ഞിലും വെള്ളമില്ലാതെ വരുമ്പോഴും മറ്റുമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. എന്നാൽ അതികഠിനമായ മഞ്ഞിൽ മനുഷ്യന് ഇത് അസാധ്യമാണ്. പർദീപിന്റെ കാര്യത്തിൽ പക്ഷേ രക്ഷയായത് ഇതാണ് എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. താപനില -60 ഡിഗ്രി വരെ എത്തിയപ്പോൾ ജൈവ പ്രവർത്തനങ്ങൾ സ്വാഭാവികമായും താഴ്ന്ന് സ്വയം രക്ഷിക്കാൻ ശരീരം നടത്തിയ ശ്രമം തുണയാവുകയായിരുന്നു. എന്നാൽ താപനില പിന്നെയും താഴ്ന്നിരുന്നുവെങ്കിൽ മരണം വരെ സംഭവിക്കാനും സാധ്യതയുണ്ട്. US ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷന്റെ കണക്കനുസരിച്ച് 1947നും 2015നും ഇടയിൽ ഇത്തരത്തിൽ അപകടകരമായ രീതിയിൽ വിമാനത്തിന്റെ വീൽബേയിലും മറ്റും യാത്ര ചെയ്ത് 113 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിൽ 86 പേരും വീൽബേക്കുള്ളിൽ തന്നെയിരുന്നു. വിമാനം ലാൻഡ് ചെയ്യുന്ന സമയം താഴേക്ക് വീണോ മരിച്ചിട്ടുമുണ്ട്.